ദൈവത്തിന് സ്തോത്രം. കാലാവസ്ഥ നമ്മുടെ ശരീരത്തെ ബാധിക്കാറുണ്ട്. പക്ഷേ കാലാവസ്ഥ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തണുപ്പായിരുന്നല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയെങ്കിലും നല്ല തണുപ്പായിരുന്നു. നിങ്ങളുടെ ആഹാരക്രമത്തെ ഇത് ബാധിച്ചിട്ടുണ്ടോ മോശമായിട്ട്? ഒരു ചായ കൂടുതൽ കുടിച്ചതല്ലാതെ ഇല്ല അല്ലേ? ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ കാറിൻ്റെ ഓഡിയോയുടെ വോളിയം ഫുള്ളായിട്ട് ഇട്ടിട്ട് വണ്ടിക്കകത്തിരുന്ന് ഒറ്റയ്ക്ക് വാവിട്ട് നിലവിളിച്ച് അന്യഭാഷ പറഞ്ഞ ദിവസവും എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഹൃദയത്തിൽ മാത്രം വെച്ചിരുന്ന പ്രാർത്ഥനാ വിഷയം കണ്ട് ഉത്തരമറിയ ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ പരിഹസിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല, മറ്റ് കണ്ടുകൊണ്ടുവന്ന എല്ലാവർക്കും മനസ്സിലായിട്ടും എനിക്ക് മനസ്സിലായില്ലെങ്കിലും അതും കണ്ട് ആ പരിഹാസത്തിനും പരിഹാരം തന്നൊരു ദൈവം എനിക്കുണ്ട്. ഈ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കാൻ എനിക്കൊരു മടിയുമില്ല. ഇത് അന്യഭാഷ എന്ന് പറയുന്നത് വായിൽ വരുന്നത് എന്തെങ്കിലും പറയുന്നതല്ല, ദൈവത്തോട് സംസാരിക്കുന്നതാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് പറയരുത്. ഇതില്ലെങ്കിൽ നിങ്ങളിത് ചുമ്മാ ആർക്കും വേണ്ടി പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവർക്കും ഈ പടം അറിയാമായിരിക്കും. അറിയാത്ത ചുരുക്കം പേരായിരിക്കും കാണുമെന്ന് അവർക്ക് വേണ്ടി ഞാൻ എന്താണെന്ന് പറയുകയും ചെയ്യാം. എല്ലാവരും കണ്ടവരല്ലേ? കുറേ പേര് കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, പത്തനാപുരത്ത് ഒരു പെന്തക്കോസ്തുകാരൻ്റെ വീട്ടിൻ്റെ മതിലിൽ വർഷങ്ങളായിട്ട് എഴുതി വെച്ചിരുന്ന ഒരു കുരിന്തി ലേഖനത്തിലെ വാക്യത്തിൽ വിഗ്രഹാരാധന എന്ന് പറഞ്ഞൊരു വാക്ക് മായ്ച്ചു കളയുന്ന രംഗമാണ്. പോലീസ് സാന്നിധ്യത്തോടുകൂടി BJPയുടെ പരാതിയിൽ പോലീസ് നടപടിയെടുത്ത് അദ്ദേഹത്തെ കൊണ്ട് മായ്പ്പിച്ചേച്ച് അദ്ദേഹം പറയുന്നുണ്ട്, മായ്ച്ചെന്ന് വരുത്തല്ല, വേറെ എന്തെങ്കിലും എഴുതി ചേർത്തോളാം. ഒരു ആധാരത്തിലാണെങ്കിൽ പോലും ഏറ്റവും അവസാനം എഴുതുന്നൊരു വാക്കുണ്ട്. എന്തോന്നറിയാം? ഇതിൽ ആധാരം വായിച്ചിട്ടില്ല, ഇതിൽ വെട്ടുതിരുത്തലുകൾ ഇല്ലയെന്ന് എഴുതിയിട്ടുണ്ട്. കൈകൊണ്ട് എഴുതിയതാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിലും അതും എഴുതാറുണ്ട്. ഇത് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയതാണ്, ഇതിൽ വെട്ടുതിരുത്തലുകൾ ഇല്ല. ആധാരത്തിനേക്കാൾ വിലയെങ്കിലും ഇല്ല ഈ സാധനത്തിന്. ഇനി ഈ നടപടിയെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. ഒരു രാജ്യത്ത് വിവിധ മതങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ എല്ലാ രാജ്യത്തും ഉണ്ട്. അവിടെ ഒരു സൗഹാർദ്ദത്തിൽ ജീവിക്കാനേ കഴിയും. അവിടെ മുൻകാലങ്ങളിലുള്ള പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കാരണം കാര്യം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതും വേണേൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാര്യം ഉണ്ടാക്കത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഉറപ്പായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് പൊതുവേദിയിലൂടെ കൊടുത്ത പ്രശ്നങ്ങളുണ്ടാകുന്ന സംഗതികളൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് തെരുവിൽ നടത്തുന്ന ഈ മതപ്രചരണത്തോട് എൻ്റെ ഒരു സമീപനം നേരത്തെ ഉണ്ടായിരുന്നു. ഞാനതിന് ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് അത്ര യോജിപ്പല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലെ ആശയങ്ങൾക്ക് മാറ്റം വരിക. അതിന് പല കാരണങ്ങളുമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത 2-3 ചിത്രങ്ങൾ നോക്കുക. ഇസ്ലാം മതം അമേരിക്കയിൽ റോഡിൽ പ്രചരണം നടത്തുന്നതിൻ്റെ ചില ഫോട്ടോഗ്രാഫുകളാണ്. ഇതിൻ്റെ വീഡിയോ വരെ നിങ്ങൾക്ക് കിട്ടും. ഹരേ രാമ ഹരേ കൃഷ്ണ യൂറോപ്പിലും അമേരിക്കയിലും മതപ്രചരണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഇത് അമേരിക്കയിൽ ഇസ്ലാം മതം പ്രചരണം നടത്തുന്ന രംഗം. ഇത് ഹരേ രാമ ഹരേ കൃഷ്ണ യൂറോപ്പിൽ പ്രചരണം നടത്തുന്ന രംഗമാണ്. അതുപോലെ അടുത്തത് അമേരിക്കയിൽ പ്രചരണം നടത്തുന്നതാണ്. രണ്ടും അമേരിക്കയിൽ പ്രചരണം നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാ മതങ്ങളും ചെയ്യുന്നൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരാളെ വിമർശിക്കാൻ യാതൊരു അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ കടന്നൊരു കൈയുണ്ട് എന്ന് പറഞ്ഞാൽ, മറ്റൊരു ആരാധന സ്ഥലത്തിൻ്റെ മുമ്പിൽ ചെന്ന്, ഉദാഹരണത്തിന് നമുക്കറിയാം കുറച്ച് നാൾ പ്രശ്നമായൊരു വീഡിയോ ഉണ്ട്. ഒരു ഹൈന്ദവ ആരാധനാ സ്ഥലത്തിൻ്റെ മുമ്പിൽ ചെന്ന് വെച്ച് അതിനെ ചീത്ത പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് അയച്ച ഒരു പെന്തക്കോസ്ത് വിശ്വാസി തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത്രയും ആവേശത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. കാര്യം എല്ലാവരെയും പരസ്പരം ബഹുമാനിക്കണം. ഇനി കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ഒരു വഴിയൂടെ
ഞാൻ പറയുക, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം കേട്ടോ. ഉദാഹരണത്തിന് നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് 18 എഴുതി വിടുന്നത് എന്തിനാണെന്നറിയാം? നമ്മുടെ സംസ്കാരത്തിൽ കുട്ടികൾ കാണാൻ പാടില്ലാത്ത ചില രംഗങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ളവരത് കാണരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് എഴുതി വിടുന്നത്. ഇവരിത് പറഞ്ഞതുപോലെ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വാക്ക് അതിനകത്തുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മറുഭാഗം, എനിക്കോ എൻ്റെ വിശ്വാസത്തിനോ താങ്ങാൻ പറ്റാത്ത പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ അതിനെ ഞാൻ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതും മറവിൽ ചെയ്യാൻ പറയും. 2 കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വിഗ്രഹാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളും ഇരുന്നും നിന്നും തലകുത്തി മറിഞ്ഞുമൊക്കെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു സമൂഹത്തെയും പരസ്യമായിട്ട് ചെയ്യാതെ അത് മറയ്ക്കാൻ ഞാൻ പറയേണ്ടി വരും. എൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ട്? ഞാനിത് പറയാനൊന്നുമല്ല, പക്ഷേ ഇത്തരം തർക്കങ്ങളിലേക്ക് പോയാൽ ഇത് തർക്കങ്ങളിൽ ചെന്ന് അവസാനിക്കൂ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആശയം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു വിവേകമുള്ള സമീപനം എല്ലാവരും പിന്തുടരും. ഇനി ഇതിൻ്റെ ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയുടെ വാല് പിടിച്ച് ഒരുപാട് കത്തോലിക്കർ വന്നോ പറഞ്ഞ് ഇത് ആ പെന്തോകൾ ചെയ്യുന്നതാണ്, അവന്മാർ ഞങ്ങളെ കൂടെ ആക്ഷേപിച്ചുകൊണ്ടായത് എഴുതിയേക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഒരു വാക്യം, അവർ വേദപുസ്തകത്തിലുള്ള വാക്യം എഴുതിയതിന് അവർ തന്നെ ഒന്ന് പരാതി പറയുന്ന അവസ്ഥ. ഞാനിത് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഒന്ന് പരത്തി കുറച്ച് നേരം മെനക്കെട്ട ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നല്ല, ഒത്തിരി പേര്, കത്തോലിക്ക യാക്കോബായ വിശ്വാസത്തിലുള്ള ഒത്തിരി പേര് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. സമുദായങ്ങളുടെ സന്തോഷകരമായ ഐക്യത്തോടു കൂടിയുള്ള ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കി രാജ്യത്തെ വിറ്റ് ഒരു തലമുറ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേര് ലോകം മൊത്തമുണ്ട്. ബ്രിട്ടീഷുകാർ ഇതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചതികളിൽ നമ്മൾ പെട്ടുപോകരുത്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് അഭിപ്രായം സ്വീകരിക്കാം, നിങ്ങൾക്ക് ഏത് പാർട്ടിയിലും ചേരാൻ പ്രവർത്തിക്കാം, മുദ്രാവാക്യം വിളിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് പ്രവർത്തിക്കാനോ പിൻപറ്റാനോ കൂടെ ചെന്ന് ജയ് വിളിക്കാനോ പറ്റിയ ഒരു പാർട്ടിയും ഇന്ന് ഇന്ത്യയിലില്ല. നിങ്ങൾക്കിത് കഴിഞ്ഞിട്ട് വേണം ഈ കാര്യത്തിൽ തർക്കിക്കാൻ വരാം, സംസാരിക്കാം, വഴക്കുണ്ടാക്കാനല്ല. നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ഞാനൊരു മുഖവരയായിട്ടൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സന്തോഷമായിട്ട് കുറേ കാലം മുമ്പ് CBS തുടങ്ങി. കുട്ടികൾക്കുള്ള ബൈബിൾ ക്ലാസ് രാവിലെ 8 മണിക്ക് തുടങ്ങി, അത് 8:30 പിന്നെ പ്രായോഗികമായിട്ട് നമ്മൾ 9 മണി 9:15 വരെയൊക്കെ ആക്കി. അവസാനം നമ്മളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ചേർന്ന് തീരുമാനിച്ചത് വേണ്ടാന്ന് വെച്ചു. ഈ 2 സന്തോഷമാകുന്ന വരുന്ന ഒരേ കാര്യത്തിൽ. ഒരു സാധനം തുടങ്ങിയപ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു, അതേ സാധനം നിർത്തിയപ്പോഴും നമുക്ക് സന്തോഷം വന്നു. എന്തായിരുന്നു പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കാണോ പ്രശ്നം, ദൈവത്തിനാണോ പ്രശ്നം, അതോ പിശാചിനാണോ പ്രശ്നം? ദൈവത്തിനു സ്തോത്രം. ഇനി ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാരിലേക്കൊക്കെ പോകും. ഞാൻ എളുപ്പം പറയാം. ഞാനിത് അങ്ങോട്ട് ഒരു എക്സസൈസായിട്ട് തന്നാൽ നിങ്ങൾ ഇതേ ചെയ്യത്തുള്ളൂ. ഓരോ ആൾക്കാരെ ഇങ്ങനെ ചൂണ്ടി പറയാൻ തോന്നും. അതിനൊന്നും ആവശ്യമില്ല. എളുപ്പം ജനറലൈസ് ചെയ്ത് ഞാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പറയാം. സഭയ്ക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട ഒരുപാട് സംഗതികൾ സഭയിൽ നിന്ന് കുറഞ്ഞു. ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ മാറ്റം വന്നോ? ഇല്ല. CBS നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ള മാറ്റം ആൾക്കാരുടെ എണ്ണത്തിൽ മാറ്റം വന്നില്ല. കുറച്ച് എണ്ണം കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്ന സമയത്തിന് ശേഷം മൈഗ്രേഷൻ വന്നപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത് നടന്നുകൊണ്ടിരുന്ന കാലത്തുള്ള റിസോഴ്സസ് എല്ലാം നമുക്കുണ്ടായിരുന്നു. പക്ഷേ റിസോഴ്സ് എന്ത് പറ്റി? റിസോഴ്സ് പല വിധത്തിൽ നമുക്ക് ചിലവാകുന്നുണ്ട്. എങ്ങനെ എനിക്കറിഞ്ഞൂടാ. എങ്ങനെയാണെന്ന് ഓരോരുത്തരെയും നോക്കിയെടുത്ത് ഈ റിസോഴ്സസ് എല്ലാം കണക്കെഴുതി കൊണ്ടുവരാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. ഈ കണക്ക് നിങ്ങൾ എടുത്തുകൊള്ളണം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നൂടെ ഇനിയുള്ള വചനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് പറയാൻ അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പഠിക്കുന്ന ഭാഗമാണ്. 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു.
4-ാം വാക്യം വരെ വായിച്ചാൽ മതി. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാറുണ്ട്. മതി. ദൈവത്തിന് സ്തോത്രം. മെസ്സേജ് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്കി പറയേണ്ട കാര്യമില്ല. ബാക്കി വേണമെങ്കിൽ ഇതാരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ പ്രസംഗിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ കൊണ്ടുവന്നതല്ലേ, എനിക്ക് ഈ സംഗതി ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. മത്തായി 24:12 ഒന്ന് വായിച്ചു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടല്ല. സ്നേഹം തണുത്തു പോയത് എന്തുകൊണ്ടാണ്? അധർമ്മം പെരുകിയതുകൊണ്ടാണ് വേദോസം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എഫെസോസ് സഭയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും, കുറച്ച് ബൈബിൾ ക്ലാസ്സിന് വന്നാൽ എല്ലാവർക്കും അറിയാം. ആ വരാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പാപം നിറഞ്ഞൊരു സ്ഥലം. ഇത് യേശുക്രിസ്തുവിൻ്റെ തൊട്ടുപുറകെ എന്ന് പറഞ്ഞാൽ ഒരു 100-ാം വർഷം അതിനോടൊക്കെ അനുബന്ധിച്ച് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെയധികം ജനസംഖ്യ ഉള്ളൊരു സ്ഥലം. അന്നത്തെ കാലത്തെ ജനസംഖ്യ നിരക്കനുസരിച്ച് ഏറ്റവും അധികം ജനസംഖ്യയുള്ളൊരു സ്ഥലം. വലിയ ഓഡിറ്റോറിയം, വൈകിട്ട് ദിവസവും പ്രോഗ്രാം നടക്കത്തക്കവണ്ണം ഓഡിറ്റോറിയം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അല്ലാതെ വേദസ്ഥലം കേരളത്തിലെങ്ങനെ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനെ കാലം ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് കഥകളി ആസ്വദിക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റോടൊപ്പം പാനീയങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെ ആസ്വദിച്ചിരുന്ന ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ സന്തോഷമായിട്ട് ലോകത്തിലെ സകല സന്തോഷങ്ങളും ആസ്വദിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ. അന്നത്തെ ആരാധനാ കേന്ദ്രങ്ങളിൽ ശാരീരിക സന്തോഷം ലഭിക്കുന്ന സ്ഥലങ്ങൾ. അത്തരം ആരാധനയ്ക്ക് പോകാൻ എല്ലാവർക്കും താല്പര്യം കാണും അല്ലേ? കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടെ ചില ദിവസങ്ങളിൽ പോകാൻ ഈ ആൺകുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ്. അത് ജാതി മതഭേദമന്യേ. എന്താണെന്നറിയാം, ആ ക്ഷേത്രത്തിൽ ഏതോ ഒരു ദിവസം, എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ, നേർച്ചയോടെ പോയാൽ നല്ല വിവാഹ സൗഭാഗ്യം ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസം നിലവിലുണ്ട്. അപ്പോൾ വിവാഹപ്രായത്തോടടുക്കുന്ന ഈ വിശ്വാസമുള്ള സ്ത്രീകളെല്ലാം എന്ത് ചെയ്യും? അവിടെ രാവിലെ കുളിച്ച് തൊഴാൻ വരും. അല്ലാതെ ഹനുമാനെ കാണാനല്ല ഈ അച്ചായന്മാർ പോകുന്നത്. അവർക്കറിയാം ജിംനേഷ്യത്തിൻ്റെ ദൈവം ഹനുമാനാണെന്ന്. എന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ദൈവമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, മറ്റ് സൗകര്യങ്ങളൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോകാൻ എത്ര ആൾ കാണുന്നുണ്ട്. ഇതാണ് എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ചെന്ന് പള്ളിയിൽ തുടങ്ങി സുവിശേഷം പറഞ്ഞ് ദൈവജനത്തെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഈ വിഗ്രഹാരാധികളായ അല്ലെങ്കിൽ പാപത്തിലേക്ക് തിരിഞ്ഞ് അതിൽ മാത്രം ചിന്തിച്ചു പോകുന്ന ജനത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. എത്ര എളുപ്പമെന്ന് തോന്നുന്നുണ്ടോ? സകല ഉപാധികളും നോക്കി മറ്റത് പിടിച്ചു നിൽക്കാൻ എല്ലാവരും ശ്രമിക്കും. പ്രത്യേകിച്ച് പുരുഷന്മാർ. സ്ത്രീകൾ കുറച്ചുകൂടെയൊക്കെ വിശ്വാസം പെട്ടെന്ന് വരുന്ന കൂട്ടത്തിലാണ്. പുരുഷന്മാരങ്ങനല്ല. ഇനി അവിടെ നടന്ന കാര്യങ്ങൾ നോക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 18-19 അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. വളരെ അതിശയകരമായ പ്രവൃത്തികൾ അവിടെ നടന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അവിടെ ആ ഭാഗത്തിൽ 18 വായിച്ച അപ്പോസ്തലപ്രവൃത്തി ഒരു 1-2 കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. 18 രണ്ടുപേരോടാണ് വായിച്ചു ഒരുമിച്ച്. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്തിട്ട് പ്രിസ്കില്ലയോടും
അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. മതി. ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും പേര് വേദപുസ്തകത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ആദ്യം ആരെ പേര് എഴുതണം? ഇതെന്തൊരു പണിയായി കാണിച്ചേക്കുന്നത്? പരിഭാഷയിലെങ്ങനെ വന്ന വിഷയമായിരിക്കും ചിലപ്പോൾ. ഇനി ഇങ്ങനെ വരാനുള്ളൊരു സാധ്യത എന്തായിരിക്കും? നിങ്ങൾ മേരി കൂവറിനെ കേട്ടിട്ടുണ്ടോ? അവരെ ഭർത്താവിൻ്റെ പേരറിയാം? അല്ല, അപ്പൻ്റെ പേരാണ്. ഏകദേശം മേരി കൂവരോ? ഭക്തിയോടെ മരിച്ചൊരു സഹോദരിയാണ്. ഒരു ആക്ഷേപിക്കണം. കേരളത്തിലെ എന്താ കൺവെൻഷൻ സ്റ്റേജുകളെ വിറപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഉണർവ് പ്രാസംഗികമായിരുന്നു ഈ മേരി കൂവർ. ഈ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് എല്ലാ സ്റ്റേജിലും കാണും, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയത്തില്ല. ഞാൻ അതിന് സമാനമായിട്ട് ഇതിനെ പരിഗണിക്കാം. വേദ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അങ്ങനെ കമൻട്രിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തെളിവുകളുണ്ട്. അവർക്ക് പ്രാധാന്യം ഉണ്ടാകും. ഇനി പൗലോസ് തല ക്ഷൗരം ചെയ്തെന്ന് പറഞ്ഞു. കാശിയിലൊന്നും പോയതിനല്ല, യെരുശലേം ദേവാലയത്തിൽ പോയത്. അവിടെ പോകുമ്പോൾ തല ക്ഷൗരം ചെയ്യുന്ന ഒരേ ഒരു സംഗതിയെ വേദപുസ്തകം അറിയാവുന്നവർക്ക് മനസ്സിലാകുന്നുള്ളൂ. താൽക്കാലികമായിട്ട് പൗലോസ് നാസീർ വ്രതം അനുഷ്ഠിച്ച് കാണുമെന്ന്. നാസീർ വ്രതത്തിന് എന്തൊക്കെ ചെയ്യണമെന്നറിയാം? മുടി വെട്ടരുത്, താടി ഒഴിക്കരുത്, ഭക്ഷണ കാര്യത്തിലും കുറച്ച് നിയന്ത്രണമുണ്ട്. ആവശ്യമില്ലാതെ മദ്യം അതുപോലെയുള്ള മറ്റ് ചില സംഗതികൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 6 മാസം വ്രതം ഉണ്ടായിരുന്നെങ്കിൽ പൗലോസിനെ നമുക്ക് ചർച്ച കയറ്റാൻ പറ്റുമോ? നാട്ടിലങ്ങ് ഒരു ബന്ധുക്കോ സഭയിലും പൗലോസിനെ ആ സമയത്ത് കയറ്റാൻ പറ്റില്ല. യെരുശലേമിൽ പോയിട്ട് വരാൻ പറയും. ഈ നിങ്ങൾ വായിച്ച പുസ്തകത്തിൽ ഈ വാക്യം ഉണ്ടോയെന്ന് വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ എങ്ങനെ എടുത്ത് പറഞ്ഞല്ല. നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അക്വിലാവ് പ്രിസ്കില്ല, അല്ലെങ്കിൽ പ്രിസ്കില്ല അക്വിലാവ് ഇവരെയാണ് പൗലോസ് അവിടെ ആക്കിയിട്ട് പോകുന്നത്. അവിടെയാണ് അപ്പൊല്ലോസ് വരുന്നത്. ഇദ്ദേഹം അവിടെ വന്ന് പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്താ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന്. അവർ അവിടെ നിർത്തി വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് നന്നായിട്ട് ഈ കാര്യം പഠിപ്പിച്ചു വിട്ട സഭ, അതാണ് എഫെസോസ് സഭ. എത്ര വലിപ്പം ഉണ്ടെന്ന് നോക്കണം. ഇത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്മോൾ ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെയും ഏറ്റവും ഹൈ ഗ്രൗണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉന്നത നിലവാരം പുലർത്തുന്ന വചനഭാഗത്തെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ യെശയ്യാ 53 കുറിച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുള്ളത് കൊണ്ടാണ് യെശയ്യാ 53 വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഹൈ ഗ്രൗണ്ട് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത്. മറ്റുള്ളവരല്ല കേട്ടോ. യഹൂദന്മാരെയും വേദപുസ്തകം അതാണ്, പക്ഷേ അവരതല്ല അത് പറയത്തില്ല. ഇനി പുതിയ നിയമത്തിലാണെങ്കിൽ എഫേസ്യ ലേഖനത്തെയാണ് ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നതെന്ന് പറയുന്നത്. അതെഴുതിയ ഏത് സഭയ്ക്കാണ്? എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ ആ സഭയുടെ ദൈവവചനത്തിലുള്ള നിലവാരം എന്തായിരുന്നിരിക്കണം? ഉയർന്ന നിലവാരമായിരുന്നിരിക്കണം. ഇനി പിന്നെയും താഴോട്ട് വായിക്കുമ്പം ഈ സഭയിലാണ് മാനസാന്തരപ്പെട്ടവർ മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചത്. കൂട്ടിയിട്ട് പുസ്തകം കത്തിക്കണമെങ്കിൽ മന്ത്രവാദികൾ എത്ര പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഒരു മന്ത്രവാദി മാനസാന്തരപ്പെട്ടത് കേട്ടിട്ടില്ല. സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഏതെങ്കിലും സഭയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല എന്നല്ല, ഉണ്ടെങ്കിൽ ഒരെണ്ണേ കാണും. ഇത് കൂട്ടിയിട്ട് കത്തിച്ചെങ്കിൽ എത്ര മന്ത്രവാദി വന്നതാണ്? ഇതാ സഭ. ഇനിയുണ്ട് പൗലോസിന്റെ തോർത്തെടുത്തോണ്ടിട്ട് പോയി സൗഖ്യം പ്രാപിച്ച സഭ. ആ ശുശ്രൂഷ പിന്നീട് ആരും പിന്തുടർന്നൊന്നുമില്ല കേട്ടോ. മനസ്സിലായില്ലേ? പൗലോസിന്റെ റൂമാലും ഉത്തരീയവും കൊണ്ടുപോയി
രോഗികളുടെ മേലിട്ട് രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അവർ പറഞ്ഞ ഉപദേശമൊന്നുമല്ല, അന്ന് അവർ അങ്ങനെ പലരും അങ്ങനെ ചെയ്തു സൗഖ്യം പ്രാപിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ വേദപുസ്തകത്തിൻ്റെ ഉപദേശമൊന്നുമല്ല. സൗഖ്യം പ്രാപിക്കാൻ ഏത് ഉപാധിയും ആർക്കും തിരഞ്ഞെടുക്കാം, അതൊരു ഉപദേശമാക്കാതിരുന്നാൽ മതി. പലരും ഇക്കാര്യത്തെ പരിഹസിച്ചിട്ടുണ്ട്. കുപ്പിയിൽ എണ്ണ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. ആരോ ആയിക്കോട്ടെ, അവിശ്വാസികളായിട്ടുള്ളവർ എന്ത് കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്തെന്നിരിക്കും. അവർ സൗഖ്യം പ്രാപിച്ചു എന്നൊരിക്കും. ഇതിനകത്ത് ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരു സമയത്ത് ഒരു രീതി വരും, അത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു, പിന്നീട് ഒരുപാട് കാലം ഇത് നിലനിന്നോ? ഇല്ല. ഇതുപോലെ തൂവാല കൊണ്ടിട്ട് സൗഖ്യം പ്രാപിച്ചു, പിന്നീട് അവർ ആ ഉപദേശം പറഞ്ഞോ? ഇല്ല. അപ്പോസ്തലന്മാർ ആരും പറഞ്ഞില്ല നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു, രോഗിയുണ്ടോ എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ട, ഒരു തൂവാലയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞോ? എന്നാൽ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം തൂവാലയ്ക്ക് വില വെച്ച് കൊടുത്തിട്ടുള്ളവരുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, $25 അയച്ചാൽ അമേരിക്കയിൽ നിന്ന് തൂവാല നിങ്ങളുടെ വീട്ടിൽ വരും. വെറുതെ പറയുന്നതല്ല. ഇത് തയ്യാറാക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു അന്ന് വീഡിയോയിലോട്ടോ. ഈ തൂവാല തയ്യാറാക്കണം, വലിയ തുണി വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് കൂട്ടിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഭയങ്കര ഷോയൊക്കെ കാണിച്ച് അങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് $25 വെച്ച് വരുന്ന കാര്യം കണക്കൊന്ന് കൂട്ടി നോക്കും. വേണ്ട, നെഞ്ചിത വരും. എഫെസോസ് സഭയുടെ പ്രത്യേകത മനസ്സിലായോ? ഈ സഭയിൽ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ആത്മാക്കൾ കൂടി വരിക, പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുന്നു. ഈ സ്ഥലത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. കാര്യം എന്താ? ആത്മാക്കൾ വരുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതൊരു കൂട്ടർ തിരക്ക്. അവരെ പാവരിച്ച് നേരെ ഇരുത്തണം, അതൊരു കൂട്ടർ തിരക്ക്. വരുന്നവർക്കും പോകുന്നവർക്കും വാഹന സൗകര്യം ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അത് വേറൊരു തിരക്ക്. ശുശ്രൂഷയ്ക്ക് ആളിനെ ക്രമീകരിക്കണം, അത് വേറെ തിരക്ക്. ഇങ്ങനെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഈ തിരക്ക് അവർ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അവരുടെ ഭാഷയിലെങ്കിലും ആർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഈ ദൈവം പിന്നെയും പറയുക, എന്തുവാ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയിരിക്കുന്നു. നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യമാണ്. ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ അതവിടെ കണക്കൂട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് എത്ര ബന്ധമുണ്ട്? എനിക്കറിയാം, സുവിശേഷം പറയുന്നു എന്ന് കുറേ നാളായിട്ട് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഇവരോട് സുവിശേഷത്തെപ്പറ്റി 2 ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒന്നും കാണത്തില്ല. എനിക്ക് ഉറപ്പാണ് പറയാൻ. ഇങ്ങനല്ല. പൗലോസ് ആദ്യം സുവിശേഷം പറയാൻ പോയ സ്ഥലത്തും ആരോടും ഉത്തരം പറയാനുള്ള ഒരു ഉറപ്പോടുകൂടി അറിവോടുകൂടിയാണ് പോയത്. അവരുടെ അറിവിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാര്യം പഴയ നിയമത്തിൽ അവർക്കുള്ള അറിവ് കുറച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ. പഴയ നിയമം വെച്ചുകൊണ്ട് സ്നാനം പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരുന്നു അന്ന് മേശമേൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് മേശ പോയിട്ട് സ്റ്റേജിൽ ശുശ്രൂഷിക്കുന്നവരെ കൊണ്ട് അത് പറ്റത്തില്ല. ഇനി ഞാൻ ആദ്യം അവതരിപ്പിച്ച പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏകദേശം. ഓരോരുത്തരും സ്വയം ശോധന ചെയ്യണം. ഇന്ന് വന്നിട്ടില്ലാത്തവരെല്ലാവരും ഈ സന്ദേശം കേട്ടു എന്ന് ഉറപ്പുവരുത്തണം. അത്യന്താപേക്ഷിതമാണ്. വ്യക്തിപരമായി നമുക്ക് വീഴ്ച വന്ന് ഈ CBSE വീണ്ടും തുടങ്ങാനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് പലരും നെഞ്ചിടിപ്പ് തുടങ്ങി, ഇനിയാവും പിന്നെയും മറ്റത് വലിച്ചുകൊണ്ട് വരുമെന്ന്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരിഹരിച്ചു. ഈ മെസ്സേജ് പറയുമ്പോൾ ഓരോ സമയത്തും 7 സഭകളോട് 100 പറയുമ്പോൾ ദൈവം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ. സഭ കേൾക്കട്ടെ എന്നല്ല പറഞ്ഞ്, സഭകളോട് തുടങ്ങിയിട്ട് അവസാനം പറഞ്ഞത് ചെവിയുള്ളവൻ. ഓരോരുത്തരും ക്രമീകരിക്കുമ്പോൾ മാത്രമേ എന്തിന് മാറ്റം വരുന്നുള്ളൂ? സഭയോടുള്ള ദൈവത്തിൻ്റെ സമീപനത്തിന് മാറ്റം വരുന്നുള്ളൂ. സഭ ഒന്നാകെ വീഴ്ച വരുത്തിയിരിക്കുന്നു, ദൈവത്തിന് മനസ്സിലായിരിക്കുന്നു. അത് ഒരാളിൽ നിന്ന് വന്ന വീഴ്ചയല്ല. ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് വീണ്ടും മടക്കിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായി ഓരോരുത്തരും ദൈവത്തോട് സംസാരിച്ച മറുപടി പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് മറുപടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളറിഞ്ഞാണ് നമ്മുടെ സജിയുടെ മോനെക്കുറിച്ച് ചിലർക്കറിയാം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ്, നാട്ടിലായിരിക്കുന്നു. ഇപ്പം
കുടുംബപരമായിട്ട് അവർ 2 സ്ഥലത്താണ് താമസിക്കുന്നത്, ഭാര്യയും ഭർത്താവും. അവർക്ക് ഒരു മകൻ നേരത്തെ മരിച്ചുപോയി, ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട്. അവന് ഡിഗ്രി ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവനിപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ്റെ തുടയെല്ലാം പൊട്ടിയിട്ട് 2 മാസത്തോളം കഴിഞ്ഞു. ഇതേവരെ എല്ല് കൂടി ചേർന്ന് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും 2 മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസം ദൈവം അവനെക്കുറിച്ചൊരു ചെറിയ ആലോചന തന്നു. ഞാനത് അവനോട് പറഞ്ഞു. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ വീണ്ടും വിളിച്ച് സംസാരിച്ചു. പ്രധാനമായിട്ടും ഇതാണ് ആലോചനയുടെ ഒരു ദൈവം പറഞ്ഞ അവസ്ഥയുടെ സംഗ്രഹം. ആ ഭവനത്തിൽ ഒന്നിലധികം പേര് ദൈവത്തിന് പല നേർച്ചകളും സ്വയം നേർന്ന ശേഷം പകുതി വഴിക്ക് അത് ഉപേക്ഷിച്ചു പോയി. എന്നാൽ ചില പ്രത്യേക താലന്തുകളോടെ ആ താലന്തുകൾ ദൈവം എന്നെ വെളിപ്പെടുത്തി ആദ്യം. ആ താലന്തുകളോടെ ഈ പയ്യനെ ദൈവം കണ്ടിരിക്കുന്നു. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ആ ഭവനത്തിൻ്റെ അനുഗ്രഹത്തെ മടക്കി കൊണ്ടുവരുവാൻ ഇവന് കഴിയും എന്ന് ദൈവാത്മാവ് പറഞ്ഞ നിമിത്തം ഞാനത് അവനോട് പറഞ്ഞു. അവനത് കേട്ടു. അതിനെക്കുറിച്ച് ചില വിശദമായിട്ട് ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ച് ചോദിച്ചു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അതിനുവേണ്ടിയാണ് ഈ വിഷയം ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അവനെ ദൈവം കണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു മതം മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സഭാമാറ്റത്തെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിച്ചതും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ദൈവം അവനെ കൊണ്ടുവരും. നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുക, നമ്മളെ ഏൽപ്പിച്ചത് മാത്രം. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം സമയത്തിന് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ അവനോട് പറഞ്ഞ അത്രയേ ഉള്ളൂ. നീ ഇതിനായിട്ട് ഒത്തിരി അന്വേഷിച്ച് നടക്കുമൊന്നും വേണ്ട. ഒരു സഭാപരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊന്നുമല്ല. ദൈവം നിന്നോട് തക്ക സമയത്ത് സംസാരിക്കുന്ന ഓരോ കാര്യത്തിനും യോഗ്യമായി നീ പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അത് നിന്നോട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവം നിന്നോട് അറിയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളാരും ഇതിനു വേണ്ടി ഒന്നും അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങളുടെ വ്യക്തിപരമായ ഭാഗത്ത് എന്ത് വീഴ്ച വന്നു, ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം, ചിലപ്പോൾ ദൈവവചന ധ്യാനമായിരിക്കാം. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ആത്മീയ വളർച്ച എങ്ങനെ ഉണ്ടാകുന്നത്? ആരും ശരീരം കൊണ്ട് വീർക്കുമല്ല, ആത്മാവിനകത്ത് എന്തെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് വീർത്ത് കെട്ടുമൊന്നുമല്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീയ വർധന ഉണ്ടാകും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് പറ്റും? ആത്മീയമായ വർധനവ് നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇനി 2-ാം അധ്യായം വെളിപ്പാട് 5-ാം അധ്യായം 5-ാം വാക്യമാണ് വായിച്ചത്. 5, 6, 6-ാം വാക്യം വായിച്ചാലും മതി. 5 വായിച്ചാൽ മതി. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. നിലവിളക്ക് എന്തെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ എഫെസോസിനെ കുറിച്ച് അതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് അറിയണമെങ്കിൽ കുറച്ചു കാലമൊക്കെ സഭ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പതുക്കെ ഒരു ക്ലബിൻ്റെ ലെവലിലേക്ക് മാറി. 4-ാം നൂറ്റാണ്ട് എത്തിയപ്പോഴത്തേക്ക് അവിടെയാണ് യോഗം കൂടിയിട്ട് ദൈവമാതാവായിട്ട് നമുക്കൊരാളെ തൽക്കാലം നിയമിക്കാമെന്ന് തീരുമാനിച്ചത്. ആരാ മാതാവ്? കാര്യം അത് വേദോസത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവരെങ്ങനെ നിയമിക്കേണ്ടി വന്നത്. ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യത്തില്ലായിരുന്നു. വേദോസത്തിൽ ആര് മാതാവുണ്ട്? യേശുവിൻ്റെ മാതാവുണ്ട്. പക്ഷെ മറ്റേ പറഞ്ഞ സംഗതി ദൈവമാതാവില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു. ഇന്ന് ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? പുരാതന പട്ടണമാണ്. നമുക്ക് ദൃഷ്ടാന്തമാണ് ഇതൊക്കെ കേട്ടോ. പുരാതന പട്ടണമാണ്. ഇന്ന് കുഴിച്ചെടുക്കണം കാണണമെങ്കിൽ കുഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ടോ? തുർക്കിയിലെങ്ങാനും പോകുന്നെങ്കിൽ അന്വേഷിച്ച് പോയി കണ്ടാൽ മതി. നമ്മുടെ അഹങ്കാരങ്ങളും അഭിമാനങ്ങളും ഒക്കെ ഇങ്ങനെ അവസാനിക്കരുത്. നമ്മുടെ കൊടി ക്രിസ്തുവാണ്, നമ്മുടെ അഭിമാനം ക്രിസ്തുവാണ്. അതിൽ തന്നെ നിന്നാൽ എങ്ങും അവസാനിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം.
1 തിമോഥെയോസ് 1:3-4 വാക്യങ്ങളിൽ അവിടെ പൗലോസ് ചെയ്യേണ്ടി വന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറയാം. 1:3-4. അന്യത 1 തിമോഥെയോസ് അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. മതി എന്ന് പറഞ്ഞാൽ ആ സഭയെക്കുറിച്ച് ദൈവവചന സംബന്ധമായ വലിയ അറിവുണ്ടായിരുന്നതോടൊപ്പം അത് ശരിയായ നിലയിൽ നിർത്താൻ പൗലോസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. തിമോഥെയോസിനെ പറഞ്ഞ് നിർത്തുകയാണ് അവിടെ. എന്തിനു വേണ്ടിയാ? അന്യത ഉപദേശിക്കരുതെന്നും വെറുതെ വംശാവലികളിൽ സമയം കളഞ്ഞ് തർക്കവും മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ആരെ അവിടെ നിർത്തി? തിമോഥെയോസിനെ അവിടെ നിർത്തി. മനസ്സിലായി? ആ സഭയുടെ ഒരു നല്ല ഒരു ഗതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിഭയങ്കരമായ പ്രവർത്തനങ്ങളാൽ, പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളാൽ ആരംഭിച്ചൊരു സഭ, മന്ത്രവാദികൾ അനേകരും വന്ന് മാനസാന്തരപ്പെട്ട സഭ, റൂമാലും ഉത്തരീയവും കൊണ്ടിട്ട് സൗഖ്യം പ്രാപിച്ച സഭ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട സഭ, ജനം ഒഴുകിയെത്തിയ സഭ. ആ സഭയോട് ദൈവം പറയുകയാണ്, പെർഫോമൻസൊക്കെ ഓക്കെയാണ്, ഗ്രാഫും ഓക്കെയാണ്, വർഷാവസാനത്തെ റിപ്പോർട്ടൊക്കെ ഓക്കെയാണ്, പക്ഷേ ശരിയായ കണക്ഷനില്ല. നിങ്ങളുടെ ആദ്യ സ്നേഹം. തുടക്കത്തെ വലിയ ഉത്സാഹമായിരുന്നു. സങ്കീർത്തനം 150 എണ്ണം 8 മാസം കൊണ്ട് വായിച്ചു തീർത്തു. പിന്നെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോയിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുന്നില്ല എങ്കിൽ നാം മാത്രമല്ല ഈ പ്രശ്നത്തിൽ അകപ്പെടാൻ പോകുന്നത്, നമുക്ക് പിന്നാലെ വരുന്നവരും ഇതേ പ്രശ്നത്തിൽ അകപ്പെടും. നമ്മൾ അവരെ തെറ്റായ വഴിയിലേക്ക് നയിച്ചതിൻ്റെ ഭാരവും നമ്മൾ വഹിക്കേണ്ടി വരും. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കും. നിങ്ങളിൽ ഒരാൾ പെട്ടെന്ന് ബാക്കി എല്ലാവരും മരിച്ച് നിങ്ങൾ പെട്ടെന്ന് ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു. നിങ്ങളടുത്ത് ചോദിക്കാം, സ്വത്രാഴ്ച എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചെയ്യാറില്ല. എന്നാൽ വേണമെങ്കിൽ എടുത്തു. ഓരോ ശുശ്രൂഷയെ കുറിച്ചും ഇതേ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ വളരാത്തതുകൊണ്ട്. നമ്മൾ ഇന്നും പലരോടും സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശുശ്രൂഷകന്മാർ പോലും പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഷിജോ നേരിട്ട് അനുഭവിച്ച സംഗതികളാണ്. ഞാനതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന എന്തിനാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല ഓരോ സമയത്തും ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്കായിട്ട് മാത്രം തന്നിരിക്കുന്ന ശുശ്രൂഷയെ പറ്റിപ്പോലും ഇന്ന് നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ കേട്ടു. നമ്മളിവിടെ ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിരുന്നു. ഏറ്റവും നല്ല പ്രസംഗങ്ങൾ വരുന്ന സമൂഹം പെന്തക്കോസ്ത് സമൂഹമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്റ്റ് അപ്രീസിയേഷൻ ഉള്ള സമൂഹം ഇതായതുകൊണ്ടാണ് ഇവിടെ അതുണ്ടാകുന്നത്. ഒരു റിവ്യൂ വെച്ചു. ഇപ്പോൾ ആകെപ്പാടെ അനീഷ് ഇല്ലെങ്കിൽ റിവ്യൂ കഴിഞ്ഞു. ആ കുടുംബത്തിൽ നിന്നാണ് അജിത ചിലവുള്ള ദിവസം അജിതയും വരാറുണ്ട്. കഴിഞ്ഞ റിവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞ മെസ്സേജിൻ്റെ കുഴപ്പമല്ല, നമ്മളെ കേൾക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ സിജോ എന്നിപ്പോൾ റിവ്യൂ പറയുമ്പോൾ അനീഷിൻ്റെ മെസ്സേജ് കേട്ടത് മാത്രമല്ല, ആ സമയത്ത് സിജോയ്ക്ക് കിട്ടിയൊരു വെളിപ്പാട് കൂടെ ചേർത്താ പറഞ്ഞത് ഇല്ലേ? ഉപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. നമ്മളെക്കുറിച്ച് ഇപ്പം നമ്മളെ പരീക്ഷിച്ച് നോക്കണമെന്ന് നമ്മൾ കേട്ടു. ഈ ഉപ്പിൻ്റെ ഗുണം അറിയണമെങ്കിൽ ഒരു 5 കറി വെച്ചേച്ച് ഒന്നിനകത്ത് ഉപ്പിടാതെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഒരാൾ കഴിക്കും. ഇവിടെ തെളിവുകളുണ്ട്. സന്ദർഭം വേണേൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും, പക്ഷേ അത് പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങ് വിടുക. ഒരാളും കഴിക്കത്തില്ല. ഇനി ഇതിനകത്തെല്ലാം ഉപ്പിട്ടാൽ എല്ലാവരും കഴിക്കും.
ഇനി നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. സമൂഹത്തിൽ, ദൈവസഭയിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഇതാണോ നമ്മളെന്ന്? ഇതാ പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞേ. നമ്മൾ എവിടെങ്കിലും ഒരു രുചി വരുത്തുന്നുണ്ടോ? അതോ നമ്മളെ കാണുമ്പം ആൾക്കാർ തിരിഞ്ഞു പോവുകയാണ്? ഈ അപ്പനും അമ്മയും കാണുമ്പോൾ മക്കൾ, പ്രത്യേകിച്ച് ടീനേജേഴ്സ് ആകുമ്പോൾ തിരിഞ്ഞു പോകുന്നൊരു പോക്ക് കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ ഇവർ ആദ്യം തുടങ്ങുന്നത് എന്താ ചോദ്യം? ആ ഫസ്റ്റ് ചോദ്യം എന്താ? നിനക്ക് പഠിക്കാനൊന്നുമില്ല? കേട്ട് മടുത്തിരിക്കുന്ന ചോദ്യം. പള്ളിയിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങിയാണ്. ഇതുകൊണ്ടാണ് അവർ തിരിഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉപ്പ് ഇങ്ങനെയല്ല ചേർക്കണ്ടേ. ഉപ്പ് ചേർക്കുമ്പോൾ ആൾക്കാർക്ക് ആസ്വാദ്യകരമാകണം. അതിൻ്റെ ഒരു രസം കേട്ടോ. ഇപ്പം വലിയ കുട്ടികൾ ഒരാളേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്നതല്ലേ. ഒരാളെ ഉള്ളതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ മറ്റേ ക്ലാസ് ഇരുന്നോളാം. ഉപ്പിൻ്റെ ഗുണമോ? എനിക്കറിയാം നിങ്ങളും ഇതേ പറയും. ദൈവത്തിന് സ്വാഗതം. എൻ്റെ ആശയം വ്യക്തമായി കാണുമെന്നായിരുന്നു. ഞാൻ വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മൾ ഇനി അത് തുടങ്ങാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ നമുക്ക് വന്ന വീഴ്ച നമ്മൾ പരിഹരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നത് നല്ല വഴിക്കല്ല. അത് തുടങ്ങി പരിഹരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റൊരു വഴിയിൽ ഓരോരുത്തരും പരിഹരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. അന്നേരം നമുക്ക് വരേണ്ട മാറ്റം നമുക്ക് വരും. ഞാൻ ആവർത്തിച്ച് കുറേ നാളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഫെലോഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം ഇവിടെയാണ് നടക്കുന്നത്. ഇത് ക്ഷയിപ്പിച്ചേച്ച് ബാക്കി എന്തെങ്കിലും നിലനിർത്താമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ക്ഷയിച്ച് പോകുന്നതല്ലാതെ മേലോട്ട് പോകത്തില്ല. ഇതൊരു ശാപമാക്കൊന്നുമല്ല. ഇവിടെ കാണുന്നൊരു പാറ്റേണാണ്. നമ്മൾ കണ്ട രീതികൾ. ഇസ്രായേൽ ജനം അവർ, ഞാനിത് അവസാനിപ്പിക്കാമെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയി. യോശുവയുടെ പുസ്തകം പ്രധാനമുള്ളതാണ്. കാര്യം വെളിപ്പാട് പുസ്തകത്തിന് പാരലായിട്ട് നിൽക്കുന്ന പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞതുപോലെ ഇടയ്ക്ക് വെച്ച് മതിയാക്കി നിർത്തേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തപ്പോൾ അവർ അവിടെ കോഴിയെ വളർത്താനും പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും പോയി കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് ആളില്ല. യുദ്ധമേഖലയിൽ എല്ലാ സമയത്തും ആളുണ്ടാകണം, എങ്കിലേ പോരാട്ടം നടക്കൂ. ഇല്ലെങ്കിൽ പോകുന്നവർ തോറ്റായിട്ട് തിരിച്ചു വരേണ്ടി വരും. നമുക്ക് ഓരോരുത്തർക്കും സമയമില്ല എന്ന് പറയുമ്പോൾ യുദ്ധമേഖലയിൽ ആളില്ലാതെ വരും. അത്യാവശ്യമുള്ള സ്വന്തം കാര്യത്തിന് പോലും സമയമില്ല എന്ന് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഴയ്ക്ക് കൂമ്പ് വരുന്നതിന് മുമ്പ് വളം ചെയ്തോണം. കൂമ്പ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലേ? കൂമ്പ് വരുന്നതെന്നാൽ നിങ്ങൾ കാണുമ്പോഴല്ല, കൂമ്പ് താഴെ തുടങ്ങുന്നതിന് മുമ്പ് വളം കയറിയിരിക്കണം. ഇല്ലെങ്കിൽ കൂമ്പിൻ്റെ അളവ് കയറി കഴിഞ്ഞിട്ട് പിന്നെ വളം ചെയ്തിട്ടൊന്നും കാര്യമല്ല. ആ ഉള്ള സംഗതി ഇച്ചിരി വലുതാവുന്നേ ഉള്ളൂ കൂടിപ്പോയാൽ. മനസ്സിലാവുന്നില്ലേ? ഏത്തക്കൊലയ്ക്ക് 3 പടല വെച്ചുള്ള ഒരു കൂമ്പും വരാം, 7 പടല വെച്ചുള്ള ഒരു കൂമ്പും വരാം. ഇത് വേരിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വളം ചെയ്താൽ 7 പടല കാണും. ഇല്ലെങ്കിൽ 3 പടലയ്ക്കകത്തുള്ള വളം, ആ 3 പടലയ്ക്കകത്തുള്ള കായ്ച്ചിരി വലുതായെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും വരത്തില്ല. 3 7 ആവത്തൊന്നുമില്ല. കൂമ്പ് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നുള്ള പരാതി ദൈവം നമ്മളോട് പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ദൈവം പറഞ്ഞത്. നിങ്ങൾ പരസ്പരമുള്ളതല്ല. എഫെസോസ് സഭയ്ക്ക് അത് അന്ന് നന്നായിട്ടുണ്ടായിരുന്നു. പരസ്പരമുള്ള സ്നേഹവും അവിടെയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മൊത്തത്തിൽ അവർ കുറഞ്ഞു പോയി എന്നുള്ള തിരിച്ചറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തോട് ബന്ധപ്പെടാൻ സമയമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. വീണ്ടും വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി പ്രവർത്തിച്ച ഒരു കുടുംബം, ആ കുടുംബം 6 മാസത്തെ പ്രവർത്തനം വന്നു. പക്ഷേ പരിഭാഷ തീർന്നില്ല. ആ 6 മാസം എന്നുള്ളത് 9 മാസത്തേക്ക് നീട്ടി കഴിഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഈ 3 മാസം ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുപോലും ചെയ്യാതെ ബൈബിൾ പരിഭാഷ ചെയ്തുകൊണ്ടിരുന്നു. ഫലം എന്താ? 9-ാം മാസം തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് വേറൊരുത്തിനോട് ഇഷ്ടം തോന്നി. ദൈവകൃപയാൽ അവർ, ആ സംഭവം കുറച്ചധികം നീണ്ടുപോകും, ഞാൻ പറയുന്നില്ല.
അവർ ദൈവകൃപയാൽ മറ്റ് ചില സാഹചര്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് വീണ്ടും ഒരല്പം പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായെന്നേ ഉള്ളൂ. തിരിച്ച് മടങ്ങി വന്ന് ദൈവസേനയിൽ അവർ അനുദപിച്ചു എന്ന് മാത്രമല്ല, അവർ നേരിട്ട് പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ ഈ കേട്ടത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോ പ്രോഗ്രാം വഴി കേട്ടൊരു സാക്ഷ്യമാണ്. ഞാൻ ഒത്തിരി കാലം ഇത് റെക്കോർഡ് ചെയ്ത് പോലും വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നത്, പക്ഷേ ദൈവവുമായിട്ട് ബന്ധമില്ല. എന്താ, ഉറങ്ങാൻ സമയമില്ല, പരിഭാഷയോട് പരിഭാഷ. ചുരുക്കി പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം അറ്റുപോയി. ഇത് നമ്മളും പരിശീലിക്കരുത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കഞ്ഞിയും വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു കറിയും വെച്ച് കൊടുക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച കൃത്യം പോരാ. വ്യക്തിപരമായിട്ട് നിങ്ങൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ചെയ്യുന്നത് വ്യർത്ഥം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാം ഒരു സഭയായിട്ട് നിന്നാൽ ഇത് എല്ലാ കാലവും ക്രിസ്തുവിൻ്റെ വരവ് വരെ നിലനിൽക്കുന്ന ഒരു ചരിത്രമായി തന്നെ ഇത് ഈ ലോകത്തുണ്ടാകണം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ.